ഇവിടെ സ്കൂൾ ക്യാൻറ്റീനിൽ പിള്ളേരൊക്കെ ചിക്കൻ സൂപ്പ് കുടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സൂപ്പിലെ മീറ്റ് പീസ് കണ്ടിട്ട് ഇവൻ പേടിച്ച് വിറയ്ക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൂപ്പിലെ മീറ്റിൽ അവന്റെ ഫ്രണ്ടിന്റെ ടാറ്റു പാറ്റേൺ ഉണ്ട്. ഇത് കണ്ടിട്ട് പിള്ളേരൊക്കെ പേടിച്ച് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി ഓടാണ്. ക്യാൻറ്റീനിൽ ആന്റി ആണെങ്കിൽ ഇത് നോക്കിയിട്ട് ഒരുമാതിരി ചിരിക്കുന്നുണ്ട്. ഒരു മാസം മുമ്പ് തൊട്ട് ഈ സ്കൂൾ ക്യാൻറ്റീനിലെ സൂപ്പ് കുട്ടികൾക്കിടയിൽ നല്ല ഫേമസ് ആവും. ഈ പിള്ളേരൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കണത്. ഒരു കൊച്ചർക്കനാണെങ്കിൽ ഈ സൂപ്പ് തന്നെ വീഡിയോ ഓൺലൈനിൽ ലൈവ് ഇട്ട് നല്ല ഫേമസ് ആവും. പിള്ളേർക്ക് ആർക്കും ഈ ആന്റി എന്തിട്ടിട്ടാണ് ഈ സൂപ്പിന് ഇത്ര ടേസ്റ്റ് എന്ന് മനസ്സിലാവണേ ഇല്ല. ആക്ച്വലി ക്യാൻറ്റീനിലെ ആന്റി സൂപ്പ് അവരുടെ മോന്റെ എല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മറ്റേ കൊച്ചർക്കനാണെങ്കിൽ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് സൂപ്പിന്റെ രഹസ്യം മനസ്സിലാക്കാൻ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് തന്നെ ആന്റിയുടെ റെസിപ്പി കണ്ടുപിടിക്കാൻ ഇറങ്ങും. ഇവൻ ആ ക്യാൻറ്റീന്റെ അടുക്കളയിൽ വന്നിട്ട് ആരും കാണാണ്ട് ആ സൂപ്പിന്റെ പാത്രം തുറന്നു നോക്കാൻ പോകുമ്പോൾ തന്നെ പിന്നിൽ നിന്ന് ആന്റി വന്നിട്ട് ഇവനോട് ഇവിടെ എന്താ ചെയ്യണേന്ന് ചോദിക്കും. ഇവൻ പേടിച്ചിട്ട് നുണ പറയാണ്, നിങ്ങളുടെ സൂപ്പിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേന്നൊക്കെ പറയും. ഇത് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാവാണ്. അതിന്റെ ഇടയിൽ ആ സൂപ്പിന്റെ പാത്രം താഴെ വീണ് അതിൽ നിന്ന് പ്രത്യേകതരം എല്ലുകൾ പുറത്തു വരും. ഇത് കണ്ടിട്ട് എല്ലാ പിള്ളേരും ഞെട്ടി ആന്റീനെ കുറ്റം പറയാൻ തുടങ്ങും. ഇവന്റെ ലൈവ് ആണെങ്കിൽ വൈറലായിട്ട് ഈ ആന്റിയുടെ രഹസ്യം ഒക്കെ പുറത്താവും. എല്ലാ പിള്ളേരും ഈ ആന്റിയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഓൺലൈനിൽ ഇടും. പക്ഷെ ആരും ഈ ആന്റി ഒരു കവർ എടുത്ത് ഒളിപ്പിച്ചു വെക്കണം ശ്രദ്ധിക്കണില്ല. ഈ സംഭവത്തിന് ശേഷം മറ്റേ കൊച്ചർക്കൻ സ്കൂളിൽ ഒരു ഹീറോ ആയിട്ട് മാറാണ്. ഇവന്റെ കഴുത്തിൽ ഒരു ടാറ്റും ഉണ്ടാക്കും. പിറ്റേ ദിവസം മുതൽ ഇവന് ചുറ്റും വിചിത്രമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങാണ്. കറുത്ത ഡ്രസ് ഇട്ട് ഒരാൾ വന്നിട്ട് ഇവന് ഇടിച്ചിട്ടിട്ട് പോകും. ഇവനും അയാളുടെ പിന്നാലെ വന്ന് ബാസ്കറ്റ് ബോൾ കോർട്ടിൽ എത്താണ്. ആ ടൈമിൽ ആ വിചിത്രമായ മനുഷ്യൻ ഒരു വലിയ കത്തി എടുത്തിട്ട് ഈ പയ്യനെ ആക്രമിക്കാൻ നോക്കും. ഇവൻ എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് ഇവൻ ആ ക്യാൻറ്റീനിൽ ആന്റിയുടെ അടുത്തേക്ക് ചെല്ലാണ്. ഇവന്റെ വിചാരം ഈ ആന്റിയാണ് പകരം വീട്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്യണതെന്നാണ്. ആ ടൈമിൽ ഇവൻ ആ ക്യാൻറ്റീനിൽ ഒരു കറുത്ത ഡ്രസ് ഇട്ട് ആളുടെ നേള് കാണും. ഇവൻ എന്നിട്ട് അത് ആന്റിയുടെ മോനാന്ന് പറഞ്ഞുകൊണ്ട് അടി ഉണ്ടാക്കാണ്. പക്ഷെ അവിടുത്തെ വേറൊരു ഷെഫ് വന്നിട്ട് ആന്റിയുടെ മോൻ ഒരു മാസം മുമ്പ് മരിച്ചു പോയതാണെന്ന് പറയും. അവനെ കഷ്ണം കഷ്ണമായിട്ട് ആരോ കൊന്നു കളഞ്ഞു, ഇപ്പോഴും അവന്റെ തല കിട്ടിയിട്ടില്ല എന്ന് പറയും. ഈ ആന്റി ഇതൊക്കെ കേട്ട് നിന്ന് കരയണ പോലെ അഭിനയിക്കാണ്. ഇതൊക്കെ കണ്ടോണ്ട് വന്ന ടീച്ചർ ഇവനോട് ആന്റിയുടെ അടുത്ത് സോറി പറയാൻ പറയും. ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എല്ലാവരും ഈ ആന്റിനോട് പാവം തോന്നിയിട്ട് ഈ പയ്യനെ കുറ്റം പറയാണ്. എല്ലാ പിള്ളേരും ഇവനെ കുറ്റം പറഞ്ഞ് ഇന്റർനെറ്റിൽ വീഡിയോ ഇടും. അന്ന് തൊട്ട് സ്കൂൾ ഹീറോ ആയിരുന്നു ഇവൻ ഒന്നും അല്ലാണ്ടാവാണ്. എല്ലാവരുടെയും അപമാനം ഇവന് സഹിക്കാൻ പറ്റണില്ല. ഇവൻ എന്നിട്ട് ഒരു പൂച്ചേനെ കാണുമ്പോൾ ഒരു ഐഡിയ തോന്നും. ഇവൻ ആ പൂച്ചേനെ കൊന്നിട്ട് ക്യാൻറ്റീൻ കിച്ചണിൽ വെച്ചിട്ട് ആന്റീനെ കൊടുക്കാൻ നോക്കാണ്. പക്ഷെ ഇവൻ ആ ക്യാൻറ്റീനിൽ കയറുമ്പോൾ പേടിപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടുത്തെ ടേബിളിൽ എന്തോ പൂജ നടക്കാൻ പോണ പോലെ നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവൻ അതിന്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഇവന്റെ ഫോൺ കേടായി പോവാണ്. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു കറുത്ത നെഴൽ കണ്ടിട്ട് ഇവൻ തിരിഞ്ഞു നോക്കും. പക്ഷെ അപ്പൊ തന്നെ ആ കറുത്ത നെഴൽ ഇവനെ പിടിച്ച് ശ്വാസം മുട്ടിക്കാം. ഇവൻ എങ്ങനെയൊക്കെ ആ കറുത്ത നെഴലിന്റെ തൊപ്പി മാറ്റി നോക്കുമ്പോൾ അതിൽ നിന്ന് ആകെ പുക മാത്രമേ വരണുള്ളൂ. ഇത് കണ്ടിട്ട് ഈ പയ്യൻ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടാണ്. ഇവൻ ഓടിപ്പോയി ടീച്ചറിനോട് ഇതിനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ ഇവരാരും ഇവനെ വിശ്വസിക്കണില്ല. ഇവൻ അതുകൊണ്ട് തെളിവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചാ ക്യാൻറ്റീനിലേക്ക് സേഫ്റ്റിക്ക് ഒരു കത്തിയും പിടിച്ചോണ്ട് പോകും. ചെല്ലുമ്പോൾ അവൻ ആ ടേബിളിൽ ഒരു പൊതി കാണാണ്. ഇവനത് കത്തി വെച്ച് തുറന്നു നോക്കുമ്പോൾ അതിലുള്ളത് കണ്ടിട്ട് പേടിച്ച് വരയ്ക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിയിൽ മറ്റേ ആന്റിയുടെ മോന്റെ തലയാണുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ ഇവൻ ആ ആന്റിയുടെ സൂപ്പിന്റെ ഒറിജിനൽ സീക്രട്ട് മനസ്സിലാവും. ഈ ആന്റി അവരുടെ മോന്റെ എല്ല് വെച്ചിട്ടുള്ള സൂപ്പാണ് എല്ലാവരെ കൊണ്ടും കുടിപ്പിക്കണത്. ഇവൻ പേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കുമ്പോൾ ഈ ആന്റി മുമ്പിലേക്ക് വരും. ഇവരെ കണ്ട് പേടിച്ചിട്ട് ഇവൻ ആന്റീനോട് അവനെ വെറുതെ വിടാൻ പറഞ്ഞ് മാപ്പ് ചോദിക്കാണ്. പക്ഷേ ക്രൂരയായ സ്ത്രീ അവനെ കൊന്നിട്ട് പിറ്റേ ദിവസം സൂപ്പായിട്ട് പിള്ളേർക്ക് കൊടുക്കും.